നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല പഞ്ചായത്തിലെ മേഴത്തൂർ പണ്ടാരക്കുണ്ട് വിഷ്ണുപുരം റോഡ് നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. പൊന്നാനി മുൻ MP E.T. മുഹമ്മദ് ബഷീറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് റോഡ് നവീകരണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ പണ്ടാരക്കുണ്ട് റോഡിന്റെ പേര് വിഷ്ണുപുരം റോഡ് എന്നാക്കി പുനർനാമകരണം നടത്തി. കൊച്ചിയിൽ നാവികസേനയിൽ ജോലിയിരിക്കെ കൊച്ചി കായലിൽ ചാടിയ അമ്മയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തുന്നതിനിടെ ജീവൻ വെടിഞ്ഞ നാട്ടുകാരനും നേവി ഉദ്യോഗസ്ഥനുമായ വിഷ്ണു P. ഉണ്ണിയുടെ സ്മരണാർത്ഥമാണ് റോഡിന് വിഷ്ണുപുരം റോഡ് എന്ന പുനർനാമം നൽകിയത്. പൊന്നാനി MP ഡോക്ടർ A.P. അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 15-ാം വാർഡ് മെമ്പർ പത്തിൽ അലിയെ സ്നേഹാദരം നൽകി ആദരിച്ചു. VK കടവ് പനമ്പറ്റയിലും മേഴത്തൂർ ചീനിക്കുണ്ടിലും സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനവും MP നിർവഹിച്ചു. PV മുഹമ്മദ് അലി, വിജീഷ്, സലാം, KV ഹിളർ, EV മൊയ്തീൻകുട്ടി, PK അപ്പുണ്ണി, UT താഹിർ, ഖമർ M മൊയ്തീൻ, PV സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോൺ പിടിച്ചുവെച്ചതിന് അധ്യാപകന് നേരെ വിദ്യാർത്ഥിയുടെ കൊലവിളി. തൃത്താല ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നെഞ്ചിടിപ്പേറ്റുന്ന സംഭവം അരങ്ങേറിയത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരരുതെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതുലംഘിച്ച് മൊബൈലുമായി വന്ന വിദ്യാർത്ഥിയുടെ ഫോൺ അധ്യാപകൻ പിടിച്ചുവാങ്ങി പ്രധാനാധ്യാപകന്റെ കൈവശമേൽപ്പിച്ചു. ഇതു ചോദിക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥി പ്രധാനാധ്യാപകന്റെ മുറിയിലെത്തിയത്. തനിക്ക് മൊബൈൽ തിരിച്ചു വേണമെന്ന വാശിയിലാണ് വിദ്യാർത്ഥി സംസാരിച്ചത്. ഇത് ചോദ്യം ചെയ്തതോടെ വിദ്യാർത്ഥി അധ്യാപകരോട് കയർത്തു. തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് നാട്ടുകാരോട് മുഴുവൻ പറയുമെന്നായിരുന്നു ആദ്യം വിദ്യാർത്ഥിയുടെ ഭീഷണി. ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുമെന്നും വിദ്യാർത്ഥി പറഞ്ഞു. ഇതുകൊണ്ടും അധ്യാപകൻ വഴങ്ങാതിരുന്നതോടെ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ ഭീഷണി. പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് അധ്യാപകൻ ചോദിച്ചതോടെ കൊന്നുകളയുമെന്നായിരുന്നു +1 വിദ്യാർത്ഥിയുടെ ഭീഷണി. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിന് പിന്നെ എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? തൃത്താല പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപകർ വ്യക്തമാക്കി. കൊപ്പം പേങ്ങാട്ടിരിപ്പാതയിലെ വണ്ടുംതറയിൽ അപകടം പതിവാകുന്നു. റോഡിന്റെ വീതി കുറവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളുമാണ് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നതെന്നാണ് ആക്ഷേപം. ചൊവ്വാഴ്ച ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കുപറ്റി. കൊപ്പം പേങ്ങാട്ടിരിപ്പാതയിലെ വണ്ടുംതറ നിസ്കാരപ്പള്ളിക്കും ജുമാ മസ്ജിദിനും ഇടയിലുള്ള ഭാഗത്താണ് അപകടം പതിവാകുന്നത്. ഇവിടെ റോഡിന് വീതി കുറവാണ്. മാത്രവുമല്ല, റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും നിഴലിച്ചു നിൽക്കുന്നുണ്ട്. വാഹനങ്ങൾ വശം കൊടുക്കുമ്പോൾ റോഡിലേക്ക് ഇറക്കിയാൽ പിന്നെ റോഡിലേക്ക് കയറാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയാണ്. ഇതുതന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്ക് പറ്റി. ഇവിടെ അപകടം തുടർക്കഥയാവുന്നത് പരിഹരിക്കാനാവശ്യമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബന്ധപ്പെട്ടവർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. കാൽനട യാത്രക്കാരും വലിയ പ്രയാസത്തിലാണ്. ഇത് നിങ്ങൾ അധികാരികൾ കണ്ണിൽ എത്ര ഇത് ഒരു വട്ടം 2 വട്ടം എന്നല്ല, ഈ റോഡ് നല്ല റോഡ് പണിത് കുറച്ച് ദിവസം കഴിഞ്ഞേക്കാണ് വെള്ളത്തിന്റെ പൈപ്പ് പോകണമെന്നാണ് ഈ റോഡ് നല്ല റോഡ് കീറി മുറിച്ച് നശിപ്പിച്ചത്. അന്ന് ഞങ്ങളിവിടെ ഓട്ടോറിക്ഷക്കാരെല്ലാവരും കൂടി കൊച്ചമ്പളം കൂടിയതാണ്. ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ നേരാക്കി തരാറുണ്ട്. കൊല്ലം 10ആയി. ഇത് ഒരു ദിവസം നമുക്ക് ഈ ആക്സിഡന്റ് ആളും കൊണ്ടുപോകാനുള്ളൂ. ദയവ് ചെയ്ത് MLA ആയാലും മെമ്പർമാരായാലും ഇതിനൊരു നഷ്ടപരിഹാരങ്ങളൊന്ന് കാണി. ഇത് ഒന്നിന്റെ ജീവൻ പോകുന്നവരെ കാത്തിരിക്കല്ലേ. 1 വട്ടം 2 വട്ടം അല്ല, ഒരുപാട് പ്രാവശ്യമായി പറയുന്നു. ഇത് ഇന്നെങ്കിലും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഇത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് യാത്രക്കാരും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരും. അപ്പൊ ഇതിന് ഒരു ശാശ്വത പരിഹാരമാണ്. കാരണം ഇതിന് ഈ ഇടുങ്ങിയ സ്ഥലമാകൊണ്ട് ഒരുപാട് അപകടങ്ങൾ ഇതിന് മുമ്പ് ശേഷം നടന്നിട്ടുണ്ട്. ഇപ്പുറത്തെ അർജാണ്, പാടുള്ള ഭാഗമാണ്. അപ്പൊ ആ പാടുള്ള ഭാഗത്തേക്ക് വണ്ടികൾ ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പൊ ഇതിനെ കുറച്ച് മുന്നേ ഈ റോഡ് നേരാക്കുന്ന ഈ റോഡ് ഇപ്പോ ഈ രൂപത്തിലായിട്ട് തന്നെ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് 2 പയ്യന്മാർ ഇവിടെ വെച്ചിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ
ഈ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ വന്ന അപാകത കാരണം ഈ റോഡിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് പരിക്കും കാര്യങ്ങളും പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഗോപകുമാർ സൂചിപ്പിച്ചു. വളരെ കാലമായി ഏകദേശം 8 വർഷത്തോളമായിട്ട് ഈ പ്രദേശത്ത് സൈഡ് പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നിരന്തരം അപകടങ്ങളും സ്കൂൾ വണ്ടികള് മറ്റു വാഹനങ്ങളെല്ലാം നിരന്തരം സൈഡ് ഇല്ലാത്തത് കാരണം ഈ പ്രദേശത്തേക്ക് ഈ പാടത്തേക്ക് മറിഞ്ഞ് നിരവധി അപകടങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപകടം ഉണ്ടായപ്പോൾ ആളുകൾ ഒത്തുകൂടി ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളും പഞ്ചായത്തും MLAയും എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യം, ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ആവശ്യം, ഇവിടുത്തെ ഡ്രൈവർമാരെ, ബസ് തൊഴിലാളികളുടെ, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ എല്ലാ ആവശ്യം അടിയന്തരമായി ഇത് പരിഹരിക്കാം. ഈ സൈഡ് പ്രൊട്ടക്ഷൻ നിലനിർത്തിയിട്ടെങ്കിലും അടിയന്തരമായി ഇത് പരിഹരിക്കണം എന്നാണ് ആവശ്യപ്പെടാറുള്ളത്. ഇത് വെച്ചിട്ട് നിരവധി തവണ ഈ മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിലേക്കും കലക്ടർക്കും PWD വകുപ്പിനും എല്ലാം നിരന്തരം പരാതികൾ പോയിട്ടുണ്ട്. അത് പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളുടെ ഇവിടുത്തെ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഈ പരാതികൾ പോയിട്ടുണ്ട്. ഇതില് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ പ്രദേശത്തിന്റെ ഈ അപകട സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഈ അടിയന്തരമായി ഇവിടെ ഈ സൈഡ് പ്രൊട്ടക്ഷൻ എങ്കിലും കെട്ടി ഈ സൈഡ് പടുത്ത് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നം ഇപ്പൊ തൽക്കാലം ഇവിടെ ഉള്ളൂ. ഇവിടെ റോഡ് വീതി കൂട്ടിയാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയുള്ളൂ. അഴുക്കുചാൽ നിർമ്മാണവും അനിവാര്യമാണ്. റോഡ് വീതി കൂട്ടുവാൻ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം വിട്ടു നൽകേണ്ട സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നു വരുന്നുണ്ടെന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഷീർ സൂചിപ്പിച്ചു. പ്രശ്നം 60 ലക്ഷം രൂപ നമുക്ക് MLA അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം അതല്ല, നമുക്ക് കുറച്ച് സ്ഥലം നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിൽ ഒരാൾ സ്ഥലത്തില്ല. പ്രഭാരമാഷയുടെ അജിത്തും അതുപോലെ തന്നെ ഷാജിയും ഉൾപ്പെടെയുള്ള ആളുകളോടൊക്കെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ അതിന് സമ്മതം നൽകിയിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ട ഒരു ഭാഗം മദ്രാസിലാണ് അവർ ഉള്ളത്. അവരുടെ സ്ഥലം കിട്ടുന്ന മുറക്ക് അതിൻ്റെ സറണ്ടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രശ്നമാണ് വണ്ടുന്തറ ഡ്രെയിനേജ്. ഏത് കാലത്തും പ്രയാസം നിറഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ. ധാരാളം വെള്ളക്കെട്ട്, അതുപോലെ തന്നെ അവിടെ ആക്സിഡൻറ്റും നിത്യകാഴ്ചയായിരുന്നു. ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. 25 ലക്ഷം രൂപ വണ്ടുന്തറ ബസ് സ്റ്റോപ്പ് മുതൽ ആനപ്പാറ വരെയുള്ള സ്ഥലത്തേക്ക് ഡ്രൈനേജ് കെട്ടുന്നതിനുള്ള ഒരു ഫണ്ട് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എടപ്പാളിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം. 40ഓളം യാത്രക്കാർക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ എടപ്പാൾ മാണൂരിലാണ് അപകടം. പരിക്കേറ്റവരെ എടപ്പാൾ, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മാനന്തവാടിയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസും എറണാകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകട കാരണം വ്യക്തമല്ല. ഇരു വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും സ്ഥലത്തെത്തിയ പൊന്നാനി പോലീസും ചേർന്നാണ് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. രാവിലെ ക്രെയിനുകൾ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്തത്. തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ കല്ലടിക്കുന്ന റെഗുലേറ്ററിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങി 25 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൂതപ്പുഴയ്ക്ക് കുറുകെ തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മലപ്പുറം ജില്ലയിലെ ഇരിമ്പിളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് കാലടിക്കുന്ന റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. ഇരു പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും ജലസേചനത്തിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. കഴിഞ്ഞ മാർച്ചിലാണ് പ്രവർത്തികൾ തുടങ്ങിയത്. എന്നാൽ മഴക്കാലമായതോടെ ജൂണിൽ പ്രവർത്തികൾ നിർത്തിവെച്ചു. പുഴയിൽ വീണ്ടും വെള്ളം കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രവർത്തികൾ പുരോഗമിക്കുന്നത്. ഇരുവശങ്ങളിലെയും തൂണുകൾ ഉൾപ്പെടെ 9 തൂണുകളാണ് റെഗുലേറ്ററിന് ഉണ്ടാക്കുക. ഇതിൽ 3 തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. റെഗുലേറ്ററിന് 8 ഷട്ടറുകളും ഉണ്ടായിരിക്കും. ഷട്ടറുകളുടെ നിർമ്മാണം പുഴയോരത്ത് തന്നെ നടക്കുന്നുണ്ട്. റെഗുലേറ്റർ, നടപ്പാലം, ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം, പ്രവേശന റോഡ്, ജനറേറ്റർ മുറി, പുഴയോര വശസംരക്ഷണ പ്രവർത്തനം തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. തടയണ യാഥാർത്ഥ്യമാകുന്നതോടെ പുഴയിൽ 3 കിലോമീറ്ററോളം വെള്ളം സംഭരിക്കാനാവും. കൈവരികൾ ഉൾപ്പെടെ 1.5 മീറ്റർ വീതിയുള്ള നടപ്പാലവും നിർമ്മിക്കും. 25.5 കോടി രൂപ ചെലവിലാണ് പദ്ധതി. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ സ്ഥിരം തടയണ വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് ആദ്യം പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും കിഫ്ബി അനുമതി ലഭ്യമാവാത്തതിനാലാണ് റെഗുലേറ്റർ മാത്രം നിർമ്മിക്കാൻ തീരുമാനമായത്.
പ്രദേശത്തെ കുടിവെള്ളക്ഷാമ പരിഹാരം കാണുന്നതോടൊപ്പം കാർഷിക മേഖലയ്ക്ക് പുത്തമുണർവും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഉണ്ടാകും. ജലസേചനത്തിനൊപ്പം തന്നെ ചെറുവാഹനങ്ങൾക്കെങ്കിലും കടന്നു പോകുവാൻ കഴിയുന്ന തരത്തിലുള്ള മേൽപ്പാലവും ഇവിടെ നിർമ്മിച്ചാൽ അത് ഇരു പ്രദേശത്തുകാർക്കും വലിയ ഗുണകരവുമാകും. പദ്ധതി പ്രദേശത്തേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുവാൻ റോഡില്ലാത്തതും വലിയ വെല്ലുവിളി ഉയർത്തുന്നതായാണ് കരാറുകാർ പറയുന്നത്. ഇരുഭാഗങ്ങളിലും ചെറിയ വഴികളാണ് ഉള്ളത്. വലിയ വാഹനങ്ങൾക്ക് ഇതിലൂടെ എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതേ പ്രവർത്തികൾ തുടങ്ങാൻ കാലതാമസത്തിന് ഇടവരുത്തുന്നു. മാത്രവുമല്ല ഇരുഭാഗങ്ങളിലും റെഗുലേറ്റർ നിർമ്മിക്കാൻ ആവശ്യമായ തൂണുകൾ സ്ഥാപിക്കുവാൻ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ലഭ്യമാവേണ്ട സാഹചര്യവുമാണ്. സ്ഥലം ഏറ്റെടുക്കൽ നടപടികളും ഇനി ആരംഭിക്കാനുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് മുഹമ്മദ് മോസിൻ MLA സൂചിപ്പിച്ചു. തടയണ എന്ന പേരിലുള്ള നമ്മുടെ കാലടിക്കുന്ന് തടയണ, അത് ഫുട് ഓവർ ബ്രിഡ്ജാണ് അതിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ നിലവിൽ വലിയ പാലമൊന്നും വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും വലിയ വീതിയുള്ള റോഡുകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫുട് ഓവർ ബ്രിഡ്ജ് ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യമാണ് ഇപ്പൊ അവിടെ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും വാഹനങ്ങൾക്ക് രണ്ട് സൈഡിലും അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടിയാണ് ഒരുക്കേണ്ടത്. അതാണ് പഞ്ചായത്തുകൾ, ഇരു ഭാഗത്തുള്ള പഞ്ചായത്തുകൾ, ഇരുമ്പിളിയം പഞ്ചായത്തും അതുപോലെ തിരുവേപ്ര പഞ്ചായത്തും ആ സൗകര്യം ചെയ്തു തരാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും കൂടി അതുകൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റും. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് റെയിൽവേ ടെൻഡർ ക്ഷണിച്ചു. കഴിഞ്ഞ വർഷമാണ് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നടന്നത്. വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനുള്ള ടെൻഡറാണ് ക്ഷണിച്ചിരിക്കുന്നത്. വല്ലപ്പുഴയുടെ ഗതാഗത കുരുക്കിനാണ് ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തോടെ ശാശ്വത പരിഹാരമാകുന്നത്. ഷൊർണൂർ നിലമ്പൂർ പാത നവീകരണത്തിനും പാത ദീർഘിപ്പിക്കുന്നതിനും റെയിൽവേ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ട്രെയിനുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുന്ന സാഹചര്യത്തിൽ റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനും ഏറെ സഹായിക്കുന്ന പദ്ധതിയാണ് റെയിൽവേ മേൽപ്പാലം. മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പ് നടപടികളും നഷ്ടപരിഹാര തുക നൽകുന്ന പദ്ധതികളും സമയബന്ധിതമായി കിഫ്ബി വഴിയാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനുള്ള തുകയും നഷ്ടപരിഹാര തുകയും അനുവദിച്ചിട്ടുള്ളത്. റെയിൽവേ ലൈനിന് മുകളിലുള്ള ഭാഗം മാത്രം റെയിൽവേ നേരിട്ടാണ് നിർമ്മിക്കുക. പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാലുടൻ തന്നെ വല്ലപ്പുഴ ടൗണിന്റെ സമഗ്ര നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്നും മൂസിൻ MLA അറിയിച്ചു. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയുള്ളത് വല്ലപ്പുഴ മേൽപ്പാലത്തിന് അതിന്റെ നിർമ്മാണത്തിന് ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ആ ടെൻഡർ 27-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ സ്ഥലയേറ്റെടുപ്പിന് പൂർത്തീകരിച്ച് അതിന്റെ ടെൻഡർ നടപടി ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ആ വല്ലപ്പുഴ മേൽപ്പാലം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ വല്ലപ്പുഴ ടൗണിന്റെ നവീകരണം കൂടി രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോ രണ്ടാമത്തെ ഘട്ടത്തിൽ വല്ലപ്പുഴ ടൗണിന്റെ നവീകരണം കൂടി ഉണ്ടാവും. ആദ്യഘട്ടത്തിൽ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. വാടനാകുറിച്ചി മേൽപ്പാലം, കൊടുമുണ്ട മേൽപ്പാലം, അതുപോലെ തന്നെ വല്ലപ്പുഴ മേൽപ്പാലം, ഈ 3 മേൽപ്പാലത്തിനും ഫണ്ട് വച്ചിരുന്നു. അതിലെ വാടനാകുറിച്ചി കുറച്ച് ഡിലേ വന്നിരുന്നു. അതൊക്കെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. കൊടുമുണ്ട സ്ഥലമേറ്റെടുപ്പ് നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിലും സ്ഥലമേറ്റെടുപ്പൊക്കെ പൂർത്തീകരിച്ച് ഇനി വേഗത്തിൽ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ വല്ലപ്പുഴ മേൽപ്പാലമാണ്. അത് റെയിൽവേയുടെ ഭാഗം റെയിൽവേ ആണ് ചെയ്യുന്നത്. റെയിൽവേയുടെ മുകളിലുള്ള ഭാഗം അത് ഓൾറെഡി റെയിൽവേ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വാടനാകുറിച്ചിയിലൊക്കെ ഡിലേ ആവാനുള്ള കാരണം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വന്ന വലിയ ഡിലേ ആയിരുന്നു. എന്നാൽ വല്ലപ്പുഴയിൽ അങ്ങനെ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട്. ഈ ടെൻഡർ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മേൽപ്പാലവും അതോടൊപ്പം ടൗൺ നവീകരണവും നമുക്ക് ഇതിന്റെ ഭാഗമായി വല്ലപ്പുഴയിൽ നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മേൽപ്പാല നിർമ്മാണത്തിന്റെ ഔപചാരികമായ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതോടെ പ്രവർത്തികൾ ആരംഭിക്കാനാവും. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, ബ്ലോക്ക് മെമ്പർ PTM ഫിറോസ്, മെഡിക്കൽ ഓഫീസർ സിദ്ദിഖ്, പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ച പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച അറബിക് നാടകം അരങ്ങേറി. തുടർന്ന് ആശാ വർക്കർമാരുടെയും വിദ്യാർത്ഥികളുടെയും ഒപ്പന, ഡാൻസ് എന്നിവയും ഉണ്ടായി. കൊപ്പം തെക്കുമല അൻസാർ നഗർ മർക്കസിന്റെ 20ാം വാർഷിക പ്രഖ്യാപന സമ്മേളനവും അജ്മീർ ഉറൂസും ഈ മാസം 23-ന് വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം തെക്കുമലയിൽ പ്രവർത്തിക്കുന്ന ഉസ്താദ് അബ്ദുറഷീദ് ബാക്കവിയുടെ ദർസിന്റെ 20ാം വാർഷിക പ്രഖ്യാപന സമ്മേളനവും അജ്മീർ ഉറൂസുമാണ് വിവിധ പരിപാടികളോടെ നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
4 മണിക്ക് അജ്മീർ മൗലീദോടെ പരിപാടികൾ ആരംഭിക്കും. ഉസ്താദ് ഷാഫി അക്സനി കൂടല്ലൂർ, നായിമി കാരമ്പത്തൂർ, മുഹമ്മദ് ജസീഫ് നായിമി കാരമ്പത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകും. അനുസ്മരണ പ്രഭാഷണം മുഹമ്മദ് ബഷീർ ബാക്കവി നിർവഹിക്കും. സയ്യിദ് അബ്ദുൾ റൌഫ് തങ്ങൾ, അൽ ബുഖാരി വെട്ടിച്ചിറ എന്നിവർ ദുആയ്ക്ക് നേതൃത്വം നൽകും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന 20ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷൈഖുന മോദീൻകുട്ടി മുസ്ലിയാർ നിർവഹിക്കും. ഉസ്താദ് അബ്ദുൾ റഷീദ് ബാക്കവി പാലത്തറ ഗേറ്റ് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ അബ്ദുൽ സമദ് മുഹന്ന അൻ അസ്ഹരി ഈജിപ്ത് മുഖ്യാതിഥിയാകും. സർട്ടിഫിക്കറ്റ് വിതരണം, പ്രഭാഷണം എന്നിവയും ഉണ്ടായിരിക്കും. കൊപ്പം തെക്കുമലയിൽ സ്ഥിതി ചെയ്യുന്ന മത, ഭൗതിക, സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അൻസാർ നഗർ മർക്കസിൽ അതിന്റെ സാരഥികളും അവിടുത്തെ നാട്ടുകാരും സൗത്ത് സുന്ന ദർസിന്റെ പ്രവർത്തനങ്ങൾക്ക് നിലമൊരുക്കുകയും കൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. തൻഷിഅ എന്ന തലവാചകത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം, സമ്പൂർണ്ണ വിദ്യാഭ്യാസം, സാമൂഹിക പ്രതിബദ്ധത എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് സുന്ന ദർസ് അതിന്റെ 20ാം വാർഷികം ആഘോഷിക്കാൻ തീരുമാനിക്കുകയും ആ 20ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം വരുന്ന ജനുവരി 23 വ്യാഴാഴ്ച അൻസാർ നഗർ മർക്കസിൽ വെച്ച് നടക്കുകയും ചെയ്യുകയാണ്. ആ പ്രഖ്യാപന സമ്മേളനത്തിൽ ഉസ്താദ് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ താഴപ്ര, ഡോക്ടർ അബ്ദുസലാം മുസ്ലിയാർ ദേവർശോല തുടങ്ങിയ പ്രാസ്ഥാനിക, മത, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുകയാണ്. ഈ പ്രഖ്യാപന സമ്മേളനത്തിലേക്കും അതിനോടനുബന്ധിച്ച് നടക്കുന്ന അജ്മീർ ഉറൂസ് അന്നദാന പരിപാടികളിലേക്കും ഞങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വാർത്താ സമ്മേളനത്തിൽ നാസർ നയീമി ചെമ്പുലങ്ങാട്, അലി അംജദി, ബഷീർ അക്സനി നാട്യമംഗലം, മൻസൂർ സക്കാഫി കൈപ്പുറം, അബ്ദുൽ ബാസിദ് അക്സനി വല്ലപ്പുഴ എന്നിവർ ഇതേക്കുറിച്ച്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.